നമസ്കാരം. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലെ ബന്ദാരനായകെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരിശോധന. അപ്രതീക്ഷിതമായ ഈ പരിശോധനയിൽ അന്താളിച്ച യാത്രക്കാരും വിമാനത്താവളത്തിലെ ജീവനക്കാരും. ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ ഉണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് പരിശോധനകൾ നടത്തിയത്. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ സംശയാസ്പദമായി ഒരാൾ ഉണ്ട് എന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിവരത്തെ തുടർന്നാണ് പരിശോധന നടന്നത്. ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് പരിശോധന. വിമാനം ചെന്നൈയിൽ നിന്ന് കൊളംബോയിലെത്തിയത് ഇന്ന് 12 മണിക്കാണ്. UL 122 എന്ന വിമാനത്തിലാണ് പരിശോധന നടന്നത്. പരിശോധന നടന്നു എന്ന് ശ്രീലങ്കൻ എയർലൈൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികൾ ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ നിരോധിച്ചു. ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താൽപര്യങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നതോ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതോ ആയ എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ നിരോധിക്കുകയാണ് എന്നാണ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത്. ഓയിൽ സീഡുകൾ, പഴങ്ങൾ, ഔഷധ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 200% തീരുവ ചുമത്തിയതോടെ ഇറക്കുമതി കുറഞ്ഞിരുന്നു. ഏപ്രിൽ 22 ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു വിദേശ വിനോദസഞ്ചാരി ഉൾപ്പെടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ബൈസരൻ വാലിയിലെ പൈൻമരക്കാടുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിലെ നടപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.